നമസ്കാരം കൂട്ടുകാരെ, എൻജോയ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് സിമ്പിളായിട്ട് എങ്ങനെ ഒരു ട്രോളി ഉണ്ടാക്കാം എന്ന് നോക്കാം. വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വളരെ ഉപകാരപ്രദമാവും ഈ ട്രോളി. മെയിൻ ഫ്രെയിം ഉണ്ടാക്കുന്നതിനായി 1x1 ഇഞ്ചിൻ്റെ സ്ക്വയർ ട്യൂബാണ് വേണ്ടത്. അതിൽ നമുക്കിതുപോലെ 45 ആംഗിൾ കട്ട് ചെയ്യുന്നതിനായി ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം. 14 ഇഞ്ചിൻ്റെ സ്ക്വയർ ഫ്രെയിമാണ് നമുക്കിതിനായി ആവശ്യം. അതിനായി 14 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് ഇതുപോലെ 1 ഇഞ്ച് ഗ്യാപ്പിൽ 3 ലൈൻസ് ഇട്ടതിന് ശേഷം നമുക്കിതുപോലെ 45 ആംഗിൾ കട്ട് ചെയ്തെടുക്കാം. ആംഗിൾ ഗ്രൈൻഡർ ഉപയോഗിച്ചാണ് ഞാനത് കട്ട് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് 4 സൈഡും ഇതുപോലെ മടക്കി ഇതിനൊരു സ്ക്വയർ ഷേപ്പിലെടുക്കാൻ സാധിക്കുന്നതാണ്. കട്ട് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് ലൈനിൽ കൂടെ തന്നെ കറക്റ്റ് ശ്രദ്ധിച്ച് കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമുക്ക് വെൽഡ് ചെയ്യുമ്പോൾ ഗ്യാപ്പ് അധികമായി വരും. പിന്നെ ഇതുപോലെ ട്രൈ സ്ക്വയർ ഉപയോഗിച്ച് വേണം നമുക്ക് അതിൻ്റെ ആംഗിൾ കറക്റ്റ് ചെയ്ത് വെൽഡ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് 90 ഡിഗ്രി കറക്റ്റ് കോർണർ കിട്ടത്തില്ല. സ്ക്വയർ ഷേപ്പ് ഒന്ന് വ്യത്യാസം വരും. 6 ഫീറ്റോളം നീളത്തിലുള്ള സ്ക്വയർ ട്യൂബാണ് നമുക്ക് ഏകദേശം ഈ മെയിൻ ഫ്രെയിമിനായി വേണ്ടി വരുന്നത്. അതിൽ 14 ഇഞ്ചസ് ഇൻറ്റു 4 പീസസും പിന്നെ നമുക്ക് സെൻറ്ററിലൊരു സപ്പോർട്ടിനായിട്ട് ഒരു പീസും ഒരു 1 ഫീറ്റിൻ്റെ ഒരു പീസും കൂടെ നമുക്ക് വേണം. മെയിൻ ഫ്രെയിം ഉണ്ടാക്കുന്നതിനായി മിനിമം 1 ഇഞ്ച് സ്ക്വയർ ട്യൂബെങ്കിലും നമ്മൾ എടുക്കേണ്ടതുണ്ട്. കാരണം നമുക്ക് ഇതിൻ്റെ വീല് പിടിപ്പിക്കേണ്ടത് ഈ ഒരു ഫ്രെയിമിലാണ്. അപ്പോൾ നമുക്ക് ഹോൾസ് ഇടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഹോൾ ഇടുന്നതിനും പിന്നെ ഈ വീലിനൊരു സപ്പോർട്ട് കിട്ടുന്നതിനും മിനിമം 1 ഇഞ്ചെങ്കിലും നമുക്ക് വീതി വേണം. നമ്മൾ ഈ ട്രോളിക്കായി വാങ്ങിയിട്ടുള്ള വീലിന് ഏകദേശം 200 കിലോയോളം വെയിറ്റ് ഹോൾഡിംഗ് കപ്പാസിറ്റി ഉണ്ടെന്നാണ് കമ്പനി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം സ്ട്രോങ് ആയിട്ടാണ് ഈ മെയിൻ ഫ്രെയിമും എല്ലാം ചെയ്തെടുത്തിട്ടുള്ളത്. 16 ഗേജിൻ്റെ സ്ക്വയർ ട്യൂബാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. എൻ്റെ കയ്യിലൊരു പഴയ ട്യൂബ് ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാനത് ഉപയോഗിച്ചത്. 18 ഗേജ് ആയാലും കുഴപ്പമില്ല. ടൂൾസ് എല്ലാം കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ നമുക്ക് ഈ ട്രോളി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. അത്യാവശ്യം ഒരു വെൽഡിംഗ് മെഷീൻ, ഒരു ആംഗിൾ ഗ്രൈൻഡർ, ഒരു ഡ്രില്ലിംഗ് മെഷീൻ, ഏകദേശം ഇത്രയും തന്നെ മതിയാവും നമുക്ക്. ആംഗിൾ ഗ്രൈൻഡർ ഉപയോഗിച്ച് പ്ലൈവുഡ് കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് കട്ട് ചെയ്യണം എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് തടി കട്ട് ചെയ്യുന്നൊരു മെഷീൻ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ സൗകര്യപ്രദമായിരിക്കും. അടുത്തതായി ട്രോളിയുടെ ഹാൻഡിൽ പിടിപ്പിക്കുന്നതിനായി നമുക്ക് 3/4 ഇഞ്ച് സൈസിലുള്ള സ്ക്വയർ ട്യൂബ് 3 ഇഞ്ച് നീളത്തിൽ 2 പീസ് കട്ട് ചെയ്തെടുക്കുക. ശേഷം നമുക്കതിൽ ഒരു സൈഡിൽ നിന്ന് 1 ഇഞ്ച് വിട്ട് 2 ഹോൾസും ഇട്ട് ഇതുപോലെ നമുക്ക് എടുക്കേണ്ടതുണ്ട്. ഇതുപോലെ ഒരു ഹോളിട്ട് നമ്മൾ സൈഡ് ഫ്രെയിമിൽ വെൽഡ് ചെയ്ത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് മുകളിലോട്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്ന ഹാൻഡിൽ നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ ഫോൾഡ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ട്രോളി കൊണ്ടുപോകുമ്പോൾ കുറച്ച് പോർട്ടബിൾ ആയിരിക്കും. ഇതുപോലെ മെയിൻ ഫ്രെയിമിൻ്റെ 2 വശങ്ങളിലായി നമ്മൾ ഈ 3/4 ഇഞ്ചിൻ്റെ 2 പീസ് വെൽഡ് ചെയ്ത് പിടിപ്പിക്കുക. ഈ പീസുകൾ വെൽഡ് ചെയ്ത് പിടിപ്പിക്കുമ്പോൾ ചരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. കാരണം ചരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ ഹാൻഡിൽ പിടിപ്പിക്കുമ്പോൾ അത് ഫോൾഡ് ചെയ്യുമ്പോൾ അതിനൊരു ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് അതും നമുക്ക് ട്രൈ സ്ക്വയർ ഉപയോഗിച്ച് തന്നെ കറക്റ്റ് ലെവലിൽ ഇതുപോലെ വെൽഡ് ചെയ്ത് പിടിപ്പിക്കാം. ശേഷം ഞാൻ ആ സെൻറ്ററിലെ സപ്പോർട്ട് പീസ് കൂടെ ഇതിലിപ്പോൾ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. വെൽഡിങ് എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ വെൽഡ് ചെയ്ത ഭാഗങ്ങളെല്ലാം ഒന്ന് സ്മൂത്തായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അതിനുശേഷം ട്രോളിയുടെ പ്ലാറ്റ്ഫോമിൽ ഇടുന്നതിന് വേണ്ടി നമുക്കൊരു പ്ലൈവുഡ് പീസ് ആവശ്യമുണ്ട്. ഞാനിവിടെ ഒരു 1/2 ഇഞ്ച് തിക്നെസ് ഉള്ള പ്ലൈവുഡാണ് എടുത്തിട്ടുള്ളത്. 16 ഇഞ്ച് നീളത്തിനും 15 ഇഞ്ച് വീതിയിലുമാണ് ഞാനത് എടുത്തിട്ടുള്ളത്. ഈ പ്ലൈവുഡ് പീസ് നീളത്തിൽ 15 ഇഞ്ച് എടുത്തിരിക്കുന്നത് എന്തെന്നാൽ നമുക്ക് ഹാൻഡിൽ വരുന്ന ഭാഗത്ത് ആ പീസ് വെച്ച് വെൽഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് അവിടെ നമുക്ക് കടത്തിയിടാൻ പറ്റത്തില്ല. അതിന് വേണ്ടിയാണ് 1 ഇഞ്ച് കുറച്ച് നീളത്തിന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ പ്ലൈവുഡ് പീസിൻ്റെ 2 വശങ്ങൾ നമുക്ക് ഇതുപോലെ റൗണ്ട് ഷേപ്പിലാക്കി എടുക്കേണ്ടതുണ്ട്. കാരണം നമ്മളിങ്ങനെ ട്രോളി കൊണ്ടുപോകുന്ന സമയത്ത് എവിടെയെങ്കിലും തട്ടാനും മുട്ടാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. മാത്രമല്ല നമ്മൾ നടക്കുമ്പോഴും ചിലപ്പോൾ കാലിൽ കയറി കൊള്ളാനൊക്കെ സാധ്യതയുണ്ട്. കോർണറിനേക്കാളും കുറച്ചുകൂടെ ഒരു സേഫ് റൗണ്ട് ഷേപ്പാണ്. അതുകൊണ്ടാണ് ആ ഒരു കോർണർ പീസ് ഞാൻ ഈ ഗ്രൈൻഡിങ് വീൽ ഉപയോഗിച്ച് ഒന്ന് മാർക്ക് ചെയ്ത് അവിടെ ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പ്ലൈവുഡ് എടുക്കുമ്പോൾ മിനിമം ഒരു 1/2 ഇഞ്ചെങ്കിലും തിക്നെസ്സുള്ള പ്ലൈവുഡ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. അടുത്തായി നമുക്ക് ഹാൻഡിലിന് വേണ്ടിയിട്ടുള്ള 2 പീസ് ആവശ്യമുണ്ട്. 2 ഫീറ്റ് നീളത്തിലുള്ള 2 പീസുകളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, 3/4 ഇഞ്ച് സൈസിലുള്ളത്. ഒരു സൈഡിൽ നിന്നും ഒരു 3 ഇഞ്ച് ഗ്യാപ്പ് വിട്ട് ഒരു കോർണർ പോലെ കട്ട് ചെയ്ത് ശകലം ഒന്ന് ബെൻഡ് ചെയ്യിച്ചിട്ടുണ്ട് 2 പീസും. ഇതുപോലെ ഹാൻഡിൽ പിടിക്കുമ്പോൾ കംഫർട്ടബിളായിട്ട് പിടിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ബെൻഡ് ചെയ്തിരിക്കുന്നത്. ഈ ട്യൂബുകളുടെ മറുഭാഗത്തായി ഒരു 3 ഇഞ്ച് വിട്ട് 2 ഹോള് കൂടി ഇടേണ്ടതുണ്ട്. കാരണം ആ ഹോളിലാണ് നമ്മൾ ഫ്രെയിമിൽ വെൽഡ് ചെയ്ത് പിടിപ്പിച്ച ഭാഗത്ത് പീസിലിട്ട ഹോളും ഇതുമായിട്ട് നമുക്ക് ചേർത്ത് നെറ്റ് ബോൾട്ട് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 1.5 ഇഞ്ച് ഡയമീറ്ററുള്ള വീലുകളാണ് ഞാനിതിൽ ഉപയോഗിക്കുന്നത്.
ഇത് ഒരു സെറ്റ് 4 വീലുകളാണ് വരുന്നത്. ഞാനിത് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിയതാണ്. 405 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. അടുത്തതായി നമുക്ക് മെയിൻ ഫ്രെയിമിൽ വീല് പിടിപ്പിക്കുന്നതിനായി ഹോൾ ഇടേണ്ടതുണ്ട്. അതിനായി നമ്മൾ 4 കോർണറിലും വീല് ഫിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം അതിൻ്റെ ഹോൾസ് മാർക്ക് ചെയ്ത് ഡ്രിൽ ചെയ്തെടുക്കേണ്ടതുണ്ട്. ശേഷം പ്ലൈവുഡ് അടിയിൽ വെച്ച് പ്ലൈവുഡ് കൂടി ഡ്രിൽ ചെയ്തെടുക്കേണ്ടതുണ്ട്. 2 ഇഞ്ച് നീളമുള്ള ഫ്ലാറ്റ് ഹെഡ് സ്ക്രൂ ആണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. വീലുകളിൽ 4 ഹോൾ ഉണ്ടെങ്കിലും 3 എണ്ണം മാത്രമേ നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ. പ്ലൈവുഡിൻ്റെ ടോപ്പ് ഭാഗത്ത് ഹോൾ വരുന്ന സ്ഥലത്ത് ഞാനിതുപോലെ ഒന്ന് കൗണ്ടർ ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് ഈ ഫ്ലാറ്റ് ഹെഡ് സ്ക്രൂ കറക്റ്റിന് ഫിക്സായിരിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇത് കൗണ്ടർ ചെയ്യുന്നതിന് മുൻപുള്ളതാണ്. അപ്പോൾ നമുക്കിങ്ങനെ സ്ക്രൂവിൻ്റെ ഹെഡ് ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നതായിട്ട് കാണാം. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് അവിടെ കൗണ്ടർ ചെയ്ത് ഇതിനെ ഒന്ന് താഴ്ത്തി ഫിക്സ് ചെയ്തിട്ടുള്ളത്. അടുത്തതായി നമുക്ക് ഹാൻഡിൽ പിടിപ്പിക്കുന്ന ഭാഗത്തുള്ള നെറ്റ് ബോൾട്ടിൽ അതിൻ്റെ നെറ്റ് നമുക്ക് കൈ കൊണ്ട് മുറുക്കുന്നതിനായി ഞാനിങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ നോർമൽ നെറ്റിൽ ഒരു 1 ഇഞ്ച് ഡയമീറ്ററുള്ളൊരു വാഷർ 4 പീസായിട്ട് മുറിച്ച് അതിൻ്റെ 2 പീസ് അങ്ങനെ ഒരു നെറ്റിൽ വെച്ച് വെൽഡ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് കൈ കൊണ്ട് പിടിച്ച് ലൂസ് ചെയ്യാനും ടൈറ്റ് ചെയ്യാനും ഒക്കെ പറ്റും. ഇതിന് ഫ്ലാഞ്ച് ഹെഡ് നെറ്റ് എന്നാണ് പറയുന്നത്. ഇത് വാങ്ങാൻ കിട്ടുന്നെങ്കിൽ അത് വാങ്ങി ഉപയോഗിക്കുക, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇതങ്ങനെ സാധാരണഗതിയിൽ വാങ്ങാൻ അപൂർവമായിട്ട് കിട്ടാറുള്ളൂ. അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ ഉണ്ടാക്കിയെടുത്തത്. ഇപ്പോൾ ഹാൻഡിൽ അതിൽ ഫിക്സ് ചെയ്ത് അതിൻ്റെ മുകളിലൊരു നമുക്ക് കൈ പിടിക്കാൻ പാകത്തിനൊരു ബാറ് കൂടെ ഞാൻ വെൽഡ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മുടെ ട്രോളിയുടെ പണി ഏകദേശം ഒക്കെ പൂർത്തിയായിട്ടുണ്ട്. ഹാൻഡിൽ ബാറിൻ്റെ മുകളിലും താഴെ വശത്തും ഹോൾ വരുന്ന ഭാഗത്ത് ഞാൻ ഓരോ എൻഡ് ക്യാപ്പ് ഉപയോഗിച്ച് അടച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹാൻഡിൽ ബാർ പിടിപ്പിക്കാനുള്ള ആ ഒരു 3 ഇഞ്ച് പീസ് നമ്മൾ മെയിൻ ഫ്രെയിമിൽ വെൽഡ് ചെയ്ത ഭാഗത്തും ടോപ്പിലും ബോട്ടത്തിലും ഓരോ എൻഡ് ക്യാപ്പ് ഇട്ട് അടച്ചിട്ടുണ്ട്. ഇതുപോലെ വീല് ഫിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മളിതിൻ്റെ വീല് പർച്ചേസ് ചെയ്യുമ്പോൾ എപ്പോഴും 360 ഡിഗ്രി റൊട്ടേഷനുള്ള വീല് മാത്രം വാങ്ങാൻ ശ്രദ്ധിക്കുക. അതാകുമ്പോൾ നമുക്ക് ട്രോളി അനായാസം നമുക്ക് എല്ലാ ഡയറക്ഷനിലോട്ടും മൂവ് ചെയ്യിക്കാൻ പറ്റും. അതുപോലെ ഈ പോർട്ടബിൾ ഹാൻഡിൽ ആയതുകൊണ്ട് നമുക്കിതിനെ മടക്കി വെച്ച് നല്ല കംഫർട്ടബിളായിട്ട് പോർട്ടബിളായിട്ട് കൊണ്ടുപോകാനും പറ്റും. ആംബോക്സിയുടെ ബ്ലാക്ക് കളർ എപ്പോക്സിയാണ് ഫ്രെയിമിലും ഹാൻഡിലും ഉപയോഗിച്ചിരിക്കുന്നത്. പ്ലൈവുഡിൽ ഉപയോഗിച്ചിരിക്കുന്നത് ആട്ടോ പ്രൈമറാണ്, ബ്രൗൺ കളറിലുള്ളത്. വളരെ സ്മൂത്തായിട്ടുള്ളൊരു ട്രോളിയാണിത്. ഡബിൾ ബോൾ ബെയറിംഗ് ഉള്ള ടൈപ്പിലുള്ള വീലാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ 360 ഡിഗ്രി റൊട്ടേഷൻ കൂടിയുള്ളൊരു ടൈപ്പാണിത്. അതുകൊണ്ട് തന്നെ അനായാസം നമുക്കിതിൽ സാധനങ്ങൾ വെച്ച് നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഈസിയായി കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. എൻജോയ് മലയാളം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.